ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ കാർഷിക ശാസ്ത്രജ്ഞർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ISRO മാറ്റിവെച്ച പ്രോബ 3 ദൌത്യത്തിന്റെ വിക്ഷേപണം ഇന്ന്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 101 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ കാർഷിക ശാസ്ത്രജ്ഞർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭുവനേശ്വറിലെ കാർഷിക സാങ്കേതിക സർവകലാശാലയുടെ 40ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. അത്യാധുനിക ഡ്രോൺ സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, നാനോ സാങ്കേതികവിദ്യ തുടങ്ങിയവ കാർഷിക മേഖലയെയും കർഷകരെയും ശാക്തീകരിക്കാൻ ഉപയോഗിക്കണമെന്നും ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ കഠിന പരിശ്രമത്തെയും രാഷ്ട്രപതി പ്രശംസിച്ചു. Convocation of any educational institution is a memorable day for the students. It opens the path to their promising future. It is of course a momentous occasion for the students to celebrate a culmination of years of dedication and hard work. I congratulate you all for receiving degrees and medals. I am happy to know that our girls have outnumbered our boys in receiving gold medals. My special congratulations to the girls for their outstanding achievement. ഭുവനേശ്വറിലെ പുതിയ കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ഇന്ന് നിർവഹിക്കും. ഒഡീഷയിലെ തന്റെ ജന്മസ്ഥലമായ ഉപർബേദ ഗ്രാമം ശ്രീമതി മുർമു നാളെ സന്ദർശിക്കും. റായ്രംഗ്പൂരിലെ മഹിളാ മഹാവിദ്യാലയം സന്ദർശിക്കുന്ന രാഷ്ട്രപതി വിദ്യാർത്ഥികളുമായി സംവദിക്കും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. 12 മണിവരെ നിർത്തിവച്ച രാജ്യസഭ പിന്നീട് പുനരാരംഭിച്ചു. ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായ ഇടപെടലുകൾ വിദേശത്തു നിന്നും ഉണ്ടാകുന്നതായി ചൂണ്ടിക്കാട്ടിയ BJP MP സുധാൻഷു ത്രിവേദിക്ക് നിശ്ചിത സമയത്തിലുമധികം സംസാരിക്കാൻ സഭാധ്യക്ഷൻ സമയം അനുവദിച്ചതിനെതിരെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. റെയിൽവേ ഭേദഗതി ബിൽ 2024 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അവതരിപ്പിച്ച ബിൽ ഇന്നലെ ലോക്സഭ ചർച്ച ചെയ്തിരുന്നു. ഒരു പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് പരിസരത്ത് പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്, DMK, RJD തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ MPമാരും പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. അതിനിടെ പ്രതിഷേധം നാടകമാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. രാജ്യത്തുടനീളം 157 വിമാനത്താവളങ്ങൾ നിലവിൽ പ്രവർത്തനക്ഷമമാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. 2014 74 വിമാനത്താവളങ്ങൾ മാത്രമാണ് പ്രവർത്തനക്ഷമമായിരുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം വിമാനത്താവള ശൃംഖല വിപുലീകരിച്ചതായും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മുംബൈ ആസാദ് മൈതാനിൽ വൈകുന്നേരം 5:30 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 3ാം തവണയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 288ൽ 230 സീറ്റുകളിൽ വിജയിച്ചാണ് BJP ശിവസേന NCP സഖ്യം മഹാരാഷ്ട്രയിൽ ഭരണത്തിലെത്തുന്നത്. ഭൂട്ടാൻ രാജാവ് ജിഗ്മെ കേസർ നഗ്മേൽ വാങ്ചുക്കും രാജ്ഞി ജെറ്റ്സുൻ പേമ വാങ്ചുക്കും 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇരുവരെയും വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഭൂട്ടാൻ രാജാവ് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയ്ക്കും ഭൂട്ടാനുമിടയിലുള്ള ഉഭയകക്ഷി സഹകരണം വിലയിരുത്താനും സൌഹൃദം ശക്തമാക്കാനും സന്ദർശനം വഴിയൊരുക്കും. ISRO മാറ്റിവെച്ച പ്രോബ 3 ദൌത്യത്തിന്റെ വിക്ഷേപണം ഇന്ന് നടക്കും. യൂറോപ്യൻ സ്പേസ് ഏജൻസി പേടകമായ പ്രോബ 3യിൽ ചില സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം ഇന്ന് വൈകുന്നേരം 4:12 മാറ്റിയത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും PSLV C-59 റോക്കറ്റാണ് പ്രോബ ദൌത്യത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുക.
ഹോട്ടലുകൾ അടക്കമുള്ള പൊതു ഇടങ്ങളിലും പൊതുപരിപാടികളിലും ബീഫ് ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി അസം സർക്കാർ. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ക്ഷേത്രങ്ങളുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ അസം സർക്കാർ മുൻപ് തന്നെ ബീഫ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സുപ്രീം കോടതി ജഡ്ജിയായി ജസ്റ്റിസ് മൻമോഹൻ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുപ്രീം കോടതി കൊളീജിയം നൽകിയ ശുപാർശ പ്രകാരം ചൊവ്വാഴ്ചയാണ് ജസ്റ്റിസ് മൻമോഹനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് കേന്ദ്രം അനുമതി നൽകിയത്. ശബരിമല തീർത്ഥാടകർക്ക് അറിയേണ്ട എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കി പത്തനംതിട്ട ജില്ലാ പോലീസ്. QR കോഡ് സ്കാൻ ചെയ്താണ് തീർത്ഥാടകർക്ക് വിവരങ്ങൾ അറിയാനാകുക. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്താൽ ഉടൻ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറുകൾക്ക് പുറമെ പോലീസ് സ്റ്റേഷനുകളുടെയും വിവിധ വകുപ്പുകളുടെയും ഫോൺ നമ്പറുകൾ, ശബരിമലയുടെ ഐതിഹ്യം, ചരിത്രം, വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൌണ്ടുകൾ, ഓരോ ജില്ലയിൽ നിന്നും ശബരിമലയിലേക്കുള്ള പാതകൾ, ഇടത്താവളങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും ഗ്രൌണ്ടുകളും, ദർശന വഴിയുടെ ഗൂഗിൾ മാപ്പ്, കാലാവസ്ഥ അറിയിപ്പ് തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കും. ഇതിനായി ശബരിമലയിലും അനുബന്ധ പ്രദേശങ്ങളിലും QR കോഡ് പ്രദർശിപ്പിക്കുന്ന ജോലികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ജില്ലാ സൈബർ സെൽ നിർമ്മിച്ച ശബരിമല പോലീസ് ഗൈഡ് എന്ന പോർട്ടലിലൂടെയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നതായി ആരോപിച്ച് LDF രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് കേന്ദ്രം കൈക്കൊള്ളുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. മഹാകുംഭമേളയുടെ സംപ്രേഷണം സംബന്ധിച്ച് പ്രസാർ ഭാരതി CEO ഗൌരവ് ദ്വിവേദി ആകാശവാണി ദൂരദർശൻ മേധാവികളുമായി ചർച്ച നടത്തി. ആകാശവാണി ഡയറക്ടർ ജനറൽ പ്രഗ്യ പലിവാൾ, ദൂരദർശൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ പ്രസാദ്, ദൂരദർശൻ ന്യൂസ് ഡയറക്ടർ ജനറൽ പ്രിയ കുമാർ എന്നിവർ പ്രയാഗ്രാജിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ബിസ്ബെയിനിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 101 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 34.2 ഓവറിൽ 100 റൺസിന് പുറത്തായി. ഓസീസിന് വേണ്ടി മേഗൻ ഷൂട്ട് 5 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 റൺസ് എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ ഒഡീഷ FC മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7:30 ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് ലോക ചാമ്പ്യൻ ഡിങ് ലിറനും ഇന്ത്യയുടെ ഡി ഗുകേഷും തമ്മിലുള്ള 9ാം മത്സരം ഇന്ന്. 8ാം മത്സരവും സമനിലയിലായതോടെ ഇരുവരും 4 പോയിന്റ് വീതമാണ് നേടിയിരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 445 പോയിന്റ് നേട്ടത്തിൽ 81,402ലും, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 167 പോയിന്റ് നേട്ടത്തിൽ 64,635ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 80 രൂപ വർദ്ധിച്ച് 57,120 രൂപയും ഗ്രാമിന് 7,140 രൂപയുമാണ് ഇന്നത്തെ വില. നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ 25 വർഷം പൂർത്തിയാക്കുന്നതിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വർഷത്തെ ഫെസ്റ്റിവൽ മാലിന്യ സംസ്കരണത്തിലും സുസ്ഥിരതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ഡൽഹി മെട്രോയുടെ ബ്ലൂ ലൈൻ ട്രെയിൻ സർവീസുകൾ ഇന്ന് നിയന്ത്രിത വേഗതയിലാണ് സഞ്ചരിക്കുകയെന്ന് DMRC അറിയിച്ചു. മെട്രോയുടെ സിഗ്നലിംഗ് കേബിളുകൾക്ക് കേടുപാടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിയന്ത്രണം. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ മുൻ കമ്മീഷണർ പോൾ അറ്റ്കിൻസിനെ ഏജൻസിയുടെ ചെയർമാനായി നാമനിർദ്ദേശനം ചെയ്ത് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റിസ്ക് മാനേജ്മെന്റ് കൺസൾട്ടൻസിയായ പറ്റോമാക് ഗ്ലോബൽ പാർട്ട്നേഴ്സിന്റെ സ്ഥാപകനും CEOയുമാണ് പോൾ അറ്റ്കിൻസ്. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ കാർഷിക ശാസ്ത്രജ്ഞർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ISRO മാറ്റിവെച്ച പ്രോബ 3 ദൌത്യത്തിന്റെ വിക്ഷേപണം ഇന്ന്. ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 101 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.